ഹലോ കൃഷ്ണേട്ടാ, വിഷുവായിട്ടൊന്ന് രാവിലെ തന്നെ ഇവിടെ വന്നിരുന്നിനി. കണി വെച്ചിട്ടില്ല. പണിയെല്ലാം വെച്ചിനി. പിന്നൊന്ന് മുഖത്തൊരു സന്തോഷമില്ലാതെ. കഴിഞ്ഞ കൊല്ലം എനിക്ക് ആരോ കയ്യട്ടം തന്നിന് 500 റുപ്യ. അത് ആരാന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ദിവാകരേട്ടനാ? അല്ല. പിന്നെ മറ്റേ ചക്കപ്പറമ്പിലെ സതീഷ് ഏട്ടനാണോ? അതുമല്ല. വേറെ ആരാ? രാഘവേട്ടനാണോ? അല്ല. ഇക്കൊല്ലം പോയിനെങ്കിൽ 1000 റുപ്യ എന്തായാലും കിട്ടുമായിരുന്നു. അല്ല, നീ കയ്യട്ടം വാങ്ങാനൊന്നും പോയില്ല? കൈനീട്ടം വാങ്ങാൻ പോന്ന്, വേറെ പണിയില്ല. വിഷു എന്നെല്ലാം പറഞ്ഞ പണ്ടെത്തിയാന്ന് വിഷു. ഇപ്പം എന്ത് വിഷു വന്നിനി? വീട്ടിൽ നിന്ന് കണി കണ്ട് എന്നിട്ട് അമ്പലത്തിൽ പോയി അന്ന് ഉണ്ണിയപ്പം വെക്കുക, ഒരു ഭാഗത്ത് നിന്ന് അടിക്കലും പാരലും, ഒരു ഭാഗത്ത് നിന്ന് സദ്യ ഒരുക്കൽ, ഒരു ഭാഗത്ത് നിന്ന് പടക്കം പൊട്ടിക്കൽ, അതെല്ലാം കാണേണ്ടത്. അതെല്ലാം നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റാണ്. ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഒഴിച്ചണ്ടി വർക്ക് കിട്ടുന്ന പൈസനെ കൊണ്ട് പടക്കം വാങ്ങിയിട്ടാണ് പൊട്ടിച്ചിട്ടുള്ളത്. അതെല്ലാം ഒരു ആഘോഷം തന്നെയായിരുന്നു. ഏതായാലും എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ.